രാധേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. 2026 ഫെബ്രുവരി 27 അഥവാ കുംഭമാസം 15 വെള്ളിയാഴ്ച, ഫാൽഗുന മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ആംല ഏകാദശിയാണല്ലോ. ആംല എന്ന് പറഞ്ഞാൽ നെല്ലിക്ക. നെല്ലിക്കയ്ക്കും നെല്ലിമരത്തിനുമൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഏകാദശി ആയതുകൊണ്ട് ഈ ഏകാദശിയെ ആംല ഏകാദശി എന്ന് പറഞ്ഞു വരുന്നു. നമുക്ക് ആംല ഏകാദശി ഒന്ന് സ്മരിക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഭാഗ്യോദയേന ബഹുജന്മ സമാജിതേന സത്സംഗമം ജലപതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃതമോഹമദാന്ധകാര നാശം വിദായ ഹി തതോ ഉയതേ വിവേക. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഫാൽഗുന മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ആംല ഏകാദശിയായിട്ട് അനുഷ്ഠിച്ചു വരുന്നു. മറ്റ് ഏകാദശി വ്രതങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് ഈ ആംല ഏകാദശിയും അനുഷ്ഠിക്കേണ്ടത്. ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ ക്ഷേത്രത്തിൽ പോയി യഥാശക്തി തുളസിമാലയോ നെയ്വിളക്കോ ഭഗവാന് സമർപ്പിക്കുക. അതുപോലെ ഈ ഏകാദശിക്ക് ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കേണ്ടത് നെല്ലിക്കയും അല്ലെങ്കിൽ നെല്ലിക്കയെ സംബന്ധമായിട്ടുള്ള വിഭവങ്ങളും വളരെ ശ്രേഷ്ഠമാണ്. ഏകാദശി ഇല്ലാത്തവർ ആ ദിവസം നെല്ലിക്ക കഴിക്കാം. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ അന്ന് ഏകാദശി ദിവസം ഭഗവാന് സമർപ്പിച്ച ശേഷം ദ്വാദശി പാരണ വീടുമ്പം അന്ന് പ്രസാദമായിട്ട് വെച്ചത് ദ്വാദശി ദിവസം നെല്ലിക്ക കഴിക്കാവുന്നതാണ്. ഏകാദശി ദിവസം ഏകാദശി അനുഷ്ഠിക്കുന്നവർ സാധാരണ നെല്ലിക്ക കഴിച്ചു വരാറില്ല. അപ്പോൾ അങ്ങനെ നെല്ലിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഉത്തരേന്ത്യയിലൊക്കെ നെല്ലിമരത്തെ മഞ്ഞളിൻ്റെ ചുവടൊക്കെ മഞ്ഞളൊഴിച്ച് ശുദ്ധീകരിച്ച് കലശം ഒക്കെ വെച്ച് പൂജിക്കുന്നതും ധൂപദീപ അലങ്കാരങ്ങൾ ചെയ്യുന്നതും അതുപോലെ പാല് അഭിഷേകം ചെയ്യുന്നതും നെല്ലിക്ക കൊണ്ട് പല വിധത്തിലുള്ള വിഭവങ്ങൾ നെല്ലിക്ക വേവിച്ച് ശർക്കരയിൽ വരട്ടിയും അതുപോലെ കിച്ചടിയായിട്ടും അങ്ങനെ ഏതെങ്കിലുമൊക്കെ പലതരത്തിൽ നെല്ലിക്കയുടെ വിഭവങ്ങൾ ഉണ്ടാക്കി നേദിക്കുകയും അത് പ്രസാദമായിട്ട് പിന്നീട് എല്ലാവരും കഴിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ധാരാളമായി കണ്ടുവരുന്നു. അപ്പോൾ ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 ഫെബ്രുവരി 27 രാത്രി 12 മണി കഴിഞ്ഞ് 33 ആകുമ്പോൾ ഏകാദശി തിഥി ആരംഭിക്കും. 27 രാത്രി 10:32 വരെയാണ് ഏകാദശി തിഥിയുള്ളത്. പിന്നീട് മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം കൂടുതൽ ഭൂമിയിൽ പ്രകടമാകുന്ന പുണ്യ നിമിഷം രവിവാസര സമയം 27 വെളുപ്പിനെ 4 മണി മുതൽ 8 ആരംഭിച്ച് 28 4 മണി 5 വരെയാണ് ഹരിവാസര സമയം. ഈ സമയത്ത് ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും നാരായണീയവും അതുപോലെ ധാരാളം നാമജപങ്ങളുമായി ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കേണ്ട ഒരു അവസരമാണ്. എല്ലാവർക്കും ഓരോരുടെ പ്രായത്തിനും സാഹചര്യത്തിനും അതനുസരിച്ച് സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ, അഷ്ടാക്ഷര മന്ത്രമായ ഓം നമോ നാരായണയൊക്കെ ധാരാളം ജപിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഏകാദശിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു നിമിഷം ധാരണ. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഇത് വ്രതം അവസാനിപ്പിക്കുന്നു. പതിവായി കഴിക്കുന്ന തുളസി തീർത്ഥത്തോടൊപ്പം ഉണക്കലരിയോ മലരും അവലോ ഒക്കെ ഇട്ട് ഭഗവാന്റെ പാദത്തിൽ തീർത്ഥം സേവിച്ച് നമസ്കരിക്കാം.
ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ അങ്ങനെ, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ പാരണ വിടാവുന്നതാണ്. നമ്മൾ ഓരോ ഏകാദശി പറയുമ്പോഴും പത്മപുരാണത്തിൽ പറയുന്ന വ്രതകഥ സ്മരിക്കാറുണ്ട്. ആ വ്രതകഥ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി കേൾക്കുകയും താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പാരണ സമയത്ത് അത് ഒരിക്കൽ കൂടി കേൾക്കുന്നതുമൊക്കെ വൈകുണ്ഠപദപ്രാപ്തി നൽകുന്നു എന്ന് പത്മപുരാണത്തിൽ പറയുന്നത് നമ്മളും ഈ അവസരത്തിൽ സ്മരിക്കാം. ഈ ആംല ഏകാദശിയുമായി പറയുന്ന വ്രതകഥ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ നവമസ്കന്ധത്തിൽ പറയുന്ന മാന്ധാത രാജാവുമായി ബന്ധപ്പെട്ട കഥയും കൂടിയാണ് എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നുന്നു. യുവനാശ്വൻ എന്ന് പറഞ്ഞതായ ഇഷാവു വംശരാജാവ് സന്താനമില്ലാതെ ദുഃഖിക്കുന്നതും അനേകം പത്നിമാരുമായി അദ്ദേഹം വനത്തിലേക്ക് പോയി ധാരാളം ഋഷീശ്വരന്മാരും അതുപോലെ ബ്രാഹ്മണരുമൊക്കെ ഉള്ള ആ സ്ഥലത്ത് എത്തിച്ചേരുന്നു. സമാധി ദൃഷ്ടിയിലൂടെ ഈ മഹാത്മാക്കൾക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് സന്താന ലാഭമില്ലാത്തതിനാൽ ദുഃഖിച്ചിരിക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ സന്താന ലാഭത്തിനു വേണ്ടി ഋഷീശ്വരന്മാർ രാജാവിനെ കൊണ്ട് ഒരു യാഗം നടത്തിക്കുന്നതും യാഗത്തിൽ മന്ത്രപൂരിതമായ പവിത്രജലം കലശത്തിൽ നിറച്ച് അവിടെ വയ്ക്കുന്നു. എന്നാൽ ഋഷീശ്വരന്മാരും ബ്രാഹ്മണരുമൊക്കെ നിദ്രയെ പ്രാപിച്ച സമയത്ത് ദാഹം സഹിക്കവയ്യാതെ രാത്രിയിൽ രാജാവ് പത്നിമാർക്ക് കൊടുക്കേണ്ടതായ ആ മന്ത്രപൂരിതമായ ജലം കുടിക്കുന്നു. പ്രഭാതത്തിൽ ഋഷീശ്വരന്മാരെ നോക്കുമ്പോൾ കലശത്തിൽ ശുദ്ധജലം കാണാതെ അവർ പരിക്രമപ്പെട്ടപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനാണ് അത് കുടിച്ചത് എന്ന് പറഞ്ഞു. അതും ഈശ്വര സങ്കല്പം, അതായത് പുരുഷബലം സാരമില്ല, ദൈവബലം തന്നെ മുഖ്യബലം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഈശ്വരനെ നമസ്കരിച്ചു. കാരണം അനേകം പത്നിമാരുണ്ട്, ഒരാൾക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലേ, നമുക്കറിയാം ചിത്രകേതു മഹാരാജാവിൻ്റെ സുധൃതിയുടെയൊക്കെ കഥ. അപ്പോൾ ഈശ്വര സങ്കല്പമാവാം ഇവിടെ. ഈ ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ നടക്കില്ല, എല്ലാം അറിയുന്ന ഭഗവാന്റെ സങ്കല്പം തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് ഋഷീശ്വരന്മാർ ഭഗവാനെ നമസ്കരിക്കുന്ന രംഗങ്ങൾ. ഏതായാലും പുത്രോൽപത്തി സമയമാകുമ്പോൾ യുവനാശൻ്റെ ഉദരത്തിൻ്റെ വലത്തുഭാഗം പിളർന്നിട്ട് ഒരു പുത്രൻ ജനിച്ചു. അവൻ ചക്രവർത്തിയായി തീരുകയും ചെയ്യുന്നു പിന്നീട്. അപ്പം ഈ കുട്ടി ജനിച്ച സമയത്ത്, ഓരോ കുട്ടികളും ജനിക്കുന്ന സമയത്ത് അമ്മയുടെ സ്തന്യം പാനം ചെയ്യിക്കുക എന്നൊരു സങ്കല്പം. എന്നാൽ ഇവിടെ എങ്ങനെയാണ് മുലപ്പാൽ കൊടുക്കാൻ സാധിക്കുക? മുലപ്പാൽ കിട്ടാതെ ദുഃഖിച്ചു കരയുന്ന കുട്ടിയെ കണ്ടിട്ട് ഋഷീശ്വരന്മാർ, കുമാരൻ മുലപ്പാലിന് വേണ്ടി വല്ലാതെ കരയുന്നുവല്ലോ, ഇവൻ ആരാണ് മുലപ്പാൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ യാഗത്തിൽ ആരാധിക്കപ്പെട്ട ഇന്ദ്രന് ഇവന് ഞാൻ പാൽ കൊടുക്കാം, വത്സ കരയണ്ട എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ ചുണ്ടാണി വിരലിനെ കുട്ടിയുടെ മുഖത്തിൽ വെച്ചു കൊടുക്കുന്നു. ഇന്ദ്രൻ മാം ധാത എന്ന് പറഞ്ഞ് ചൂണ്ടാണി വിരൽ മുഖത്ത് വെച്ച് കൊടുത്തതുകൊണ്ട് ആ രാജകുമാരന് മാന്ധാതാവ് എന്ന പേരുണ്ടായി എന്ന് ശ്രീമദ് ഭാഗവതത്തിലെ നവമസ്കന്ധം 6-ാം അധ്യായത്തിലെ കഥ വളരെ പ്രസിദ്ധമാണ് അല്ലേ. കം ദാസ്യരി കുമാരോയം സ്തന്യം രോരൂയതേ ഭൃശം മാം ധാത വത്സ മാ രോധീരിന്ദ്രോ ദേശിനീം അഥാ. മാം ധാത അല്ലേ, എന്നെ പാനം ചെയ്യും. അതാ ദാനം ചെയ്ത ആ ഇന്ദ്രൻ്റെ സങ്കല്പം അവിടെ നമുക്ക് കാണിച്ചു തന്നു. ഏതായാലും യുവനാശൻ്റെ കുഷി പിളർന്നിട്ടാണ് പുത്രനായ മാന്ധാതാവ് പുറത്തേക്ക് വന്നതെങ്കിലും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും ഒക്കെ അനുഗ്രഹം നിമിത്തം ഈ കുട്ടി മരിച്ചില്ല. കാട്ടിൽ തന്നെ വസിച്ച് താപസനുഷ്ഠിക്കുന്ന ഒരു ജീവൻ മുക്ത അവസ്ഥ തന്നെ ആയിരുന്നു പിന്നീട് മാന്ധാതാവിൻ്റെ ജീവിതം എന്ന് കാണുന്നു. ഏതായാലും അങ്ങനെ ഇരിക്കുന്നതായ മാന്ധാത രാജാവ് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുകയാണ്, ഈ നെല്ലിമരം എങ്ങനെ ഉണ്ടായി? എന്തുകൊണ്ടാണ് അതിത്ര പരിശുദ്ധമായത്? എന്തുകൊണ്ടാണ് അത് പാപനാശകമാണ് എന്ന് പറയുന്നത്? എന്തുകൊണ്ട് നെല്ലിയുടെ ചുവട്ടിൽ ഉറക്കമിളച്ചാൽ 1000 ഗോദാനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ കുലഗുരുവായ വസിഷ്ഠ മഹർഷി മാന്ധാതാവിനോട് പറഞ്ഞു, സർവ്വപാപങ്ങളെയും നശിപ്പിക്കുന്ന നെല്ലിമരം ഭൂലോകത്തിൽ
എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു തരാം. പണ്ട് മഹാപ്രളയകാലത്ത് ചരാചരങ്ങൾ മുഴുവനും ജലത്തിൽ മുഴുകിയിരിക്കുമ്പോൾ സനാതനായ മഹാവിഷ്ണു ബ്രഹ്മമാകുന്ന പരമപദത്തിലേക്ക് അണയുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ദേഹത്തിൽ നിന്ന് ചന്ദ്രധവളമായ ഒരു ബിന്ദു താഴേക്ക് വീണു. ആ ബിന്ദു മുളച്ച് വളർന്ന ശാഖോപശാഖകൾ പടർന്ന് കനത്താൽ ഒരു നെല്ലിമരമായി തീർന്നു. എല്ലാ വൃക്ഷങ്ങൾക്കും മുമ്പേ മുളച്ചതാണ് ഈ നെല്ലിമരം. യഥാകാലം ജഗൽ സൃഷ്ടിക്കൊരുങ്ങിയതായ ഭഗവാൻ ബ്രഹ്മാവിനെ ആദ്യം സൃഷ്ടിക്കുന്നു. ബ്രഹ്മാവിനാൽ പിന്നെ ദേവന്മാർ, അസുരന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, മഹർഷിമാർ, അങ്ങനെ നാനാവിധ സൃഷ്ടികൾ, അങ്ങനെ മറ്റ് ജനങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്ന രംഗങ്ങൾ. അപ്പോൾ ദേവന്മാർ വിഷ്ണുപ്രിയമായ നെല്ലിയുടെ അടുത്ത് ചെന്ന് ആ മരം കണ്ട് അത്യന്തം അത്ഭുതത്തോടുകൂടി ഇത് ഏത് മരമായിരിക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായ സന്ദർഭത്തിൽ ഒരു അശരീരി അവിടെ കേൾക്കുകയാണ്. നെല്ലി എന്നു പേരായ ഒരു വൃക്ഷമാണ്, അഥവാ വെറും വൃക്ഷമല്ല, വൈഷ്ണവ വൃക്ഷമാണിത്. ഇതിനെ ആര് സ്മരിക്കുന്നുവോ അവർക്ക് ഗോദാനത്തിൻ്റെ ഫലം കിട്ടും. ഒന്ന് സ്പർശിച്ചാൽ 2 ഇരട്ടിയും, കായ് തിന്നാൽ 3 ഇരട്ടിയും ഗോദാന ഫലം ലഭിക്കും. അതിനാൽ നെല്ലിയെ സദാ സേവിക്കണം. സർവപാപങ്ങളെയും ഈ വൃക്ഷം നശിപ്പിക്കും. ഇതിൻ്റെ കടയ്ക്കൽ വിഷ്ണുവും, തലയ്ക്കൽ ബ്രഹ്മാവും, തടിയിൽ ശിവനും, ശാഖകളിൽ മുനികളും, ഉപശാഖകളിൽ ദേവന്മാരും, ഇലകളിൽ പശുക്കളും, പൂക്കളിൽ മരുത്തുക്കളും, കായ്കളിൽ പ്രജാപതികളും സ്ഥിതി ചെയ്യുന്നു. അതിനാൽ സർവദേവമയമായ ഈ മരം വിഷ്ണു ഭക്തന്മാരാൽ പൂജിക്കനീയമാണ് എന്നൊക്കെ ഋഷികൾ കേട്ടപ്പോൾ ഭഗവാൻ ആരാണ്, എന്തുകൊണ്ടാണ് ഇതിൽ വസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അശരീരി പറയാണ്, ഞാൻ സർവഭൂതങ്ങളുടെയും സുഹൃത്തായ അല്ലെങ്കിൽ സർവഭുവനങ്ങളുടെയും കർത്താവായ ജ്ഞാനികൾക്ക് പോലും ദുഷ്പേഷ്യനായ സനാതനനായ വിഷ്ണുവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ വാക്ക് കേട്ട ദേവന്മാരും മുനികളും അനാദ്യന്തനായ ആ ദേവനെ സ്തുതിച്ചു. സ്തുതിയൊക്കെ കേട്ടു മനസ്സ് തെളിഞ്ഞ ഭഗവാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ എന്തപേഷ്ടമാണ് സാധിച്ചു തരേണ്ടത് എന്ന്. അപ്പോൾ ശീശ്വരന്മാർ പറഞ്ഞു, ഭഗവാൻ ഞങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി സ്വർഗാപവർഗങ്ങളെയും ധനധാന്യങ്ങളെയും മനസ്സന്തുഷ്ടിയെയും ഒക്കെ നൽകുന്നതും എന്നാൽ വളരെ ക്ലേശം കുറഞ്ഞതും. കാരണം യുഗങ്ങൾ മാറി മാറി വരുമ്പോൾ ഓരോരുത്തർക്കും ശ്രദ്ധയും താല്പര്യവും പല കാര്യങ്ങളിലും കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ അനുഷ്ഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് വളരെ ക്ലേശം കുറഞ്ഞതും എന്നാൽ ഫലമേറിയതുമായ ഒരു ഉത്തമ വ്രതത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു തരണം. അതനുഷ്ഠിക്കുന്നവൻ സദാ വിഷ്ണുലോകത്തിൽ പൂജിക്കപ്പെടുന്നവനുമായിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഋഷീശ്വരന്മാരുടെ വാക്ക് കേട്ട് മഹാവിഷ്ണു അവരോട് പറഞ്ഞു, ഇത് ഫൽഗുന ശുക്ല പക്ഷത്തിൽ വരുന്ന ഏകാദശി, ആംല ഏകാദശി, അത് മഹാപുണ്യവും മഹാപാപങ്ങളെ നശിപ്പിക്കുന്നതുമാണ്. അന്ന് നിങ്ങൾ നെല്ലിയുടെ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് ഉറക്കമുളയ്ക്കുക, ജാഗരണം ചെയ്യുക. എന്നാൽ നിങ്ങളുടെ പാപമെല്ലാം നശിച്ച് 1000 ഗോദാനത്തിൻ്റെ ഫലമാണ്. ഒരു ആംല ഏകാദശി വ്രതമനുഷ്ഠിക്കുമ്പോൾ 1000 ഗോദാനത്തിൻ്റെ ഫലം കിട്ടും. ഇത് വ്രതങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായൊരു വ്രതമാകുന്നു. ഈ വ്രത ദിവസം വിഷ്ണു ഭഗവാനെ പൂജിക്കുന്നവരെ വൈകുണ്ഠത്തിൽ എത്തിച്ചേരും എന്നും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വിധികളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ കലിയുഗത്തിൽ ഈ പത്മപുരാണത്തെ പറയുന്ന അനുഷ്ഠാനങ്ങളൊന്നും യുഗങ്ങളുടെ വ്യത്യാസമനുസരിച്ച് ആചാരങ്ങളിലെ അനുഷ്ഠാനങ്ങളിലെ ഒക്കെ വ്യത്യസ്തതയുണ്ടാവും. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്ക് അവരവരുടെ ആരോഗ്യത്തിനും പ്രായത്തിനും അനുസരിച്ച് സാഹചര്യത്തിനും അനുസരിച്ച് കുളിച്ച് പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ആ വ്രതം മറ്റേകാദശി വ്രതാനുഷ്ഠാനങ്ങൾ പോലെ തന്നെ നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. നെല്ലിക്ക പ്രധാന നിവേദ്യമായിട്ട് വയ്ക്കുകയും പിന്നീട് പ്രസാദമായി ദ്വാദശി ദിവസം കഴിക്കാവുന്നതുമാണ്. അങ്ങനെയൊക്കെയുള്ള വളരെയധികം ശ്രീമൽ ഭാഗവതത്തിൽ വളരെയധികം പ്രാധാന്യം പറയുന്ന മാന്ധാതാവുമായി ബന്ധപ്പെട്ട ആംല ഏകാദശി അനുഷ്ഠിച്ച് എല്ലാവർക്കും പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഗുരുപരമ്പരകളുടെ ഗുരുക്കളുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിയെ സ്വഭാവാപ്തരോമി അത്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ